പിണറായി വിജയന്റെ മുഖം മിനുക്കാൻ കോടികളാണ് സർക്കാർ ചെലവഴിക്കുന്നത്. ഈ വർഷം മാത്രം 5 കോടി രൂപയാണ് PR വർക്കിനായി മാറ്റിവെച്ചിരിക്കുന്നത്. പിണറായി സർക്കാരിന്റെ 2ാം വാർഷികാഘോഷത്തിന് 16 കോടിയും സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ പരിപാലനത്തിന് 4 കോടിയുമാണ് ചെലവഴിച്ചിരിക്കുന്നത്. ദ ഹിന്ദു ദിനപത്രത്തിൽ PR ഏജൻസി മുഖേന നൽകിയ അഭിമുഖം വിവാദമായിരുന്നു. ഏറ്റവും കൂടുതൽ PR നടക്കുന്നത് മുഖ്യമന്ത്രിക്കാണ്. ഈ വർഷം മാറ്റിവെച്ച 5 കോടി രൂപയിൽ നല്ലൊരു പങ്കും സ്വകാര്യ ഏജൻസികൾക്കാണ് കൈമാറുന്നത്. ഈ തുകയിൽ നിന്നാണ് ദ ഹിന്ദുവിലേത് പോലുള്ള അഭിമുഖങ്ങൾ സ്വകാര്യ ഏജൻസി വഴി പ്രസിദ്ധീകരിക്കുന്നത്. 1ാം പിണറായി സർക്കാരിനേക്കാൾ കൂടുതൽ തുകയാണ് 2ാം സർക്കാർ PR പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കുന്നത്. നവകേരള സദസ്സിന് 100 കോടിയിലധികവും മുഖാമുഖം പരിപാടിക്ക് 20 കോടിയിലധികവും ചെലവഴിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ ദൃശ്യമാധ്യമങ്ങളിൽ സംപ്രേഷണം ചെയ്യുന്ന നാം മുന്നോട്ട് പരിപാടിയുടെ ഒരു എപ്പിസോഡിന് വേണ്ടി ലക്ഷങ്ങളാണ് നൽകുന്നത്. സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ കോടികളുടെ കരാറാണ് സ്വകാര്യ ഏജൻസികളുമായി ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സ്വകാര്യ ഏജൻസികളെല്ലാം തന്നെ CPM നിയന്ത്രണത്തിലാണെന്ന ആരോപണവുമുണ്ട്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് മുഖ്യമന്ത്രിയുടെ ഈ മുഖം മിനുക്കൽ ദൂർത്ത് പൊടി പൊടിക്കുന്നത്. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണമില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുന്ന സർക്കാർ പക്ഷേ സ്വകാര്യ PR ഏജൻസികളുടെ പണം ഉടനടി കൊടുത്തു തീർക്കുന്നുമുണ്ട്. PR ഏജൻസിയുടെ സഹായം സർക്കാർ തേടുന്നില്ലെന്ന് മന്ത്രിമാർ ആവർത്തിക്കുകയും ചെയ്യുന്നു. നേരത്തെ ഇത്തരം ആരോപണം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി അടക്കം അത് നിഷേധിക്കുകയായിരുന്നു. ജനങ്ങൾക്ക് തന്നെ അറിയാം, PR ആവശ്യമില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി അവകാശപ്പെട്ടത്. സർക്കാരിന്റെ പ്രവർത്തനം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനാണ് പൊതുഭരണ വകുപ്പിന് കീഴിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് പ്രവർത്തിക്കുന്നത്. സ്ഥിരം ജീവനക്കാർക്ക് പുറമെ കോടികൾ ചെലവഴിച്ചാണ് ഓരോ വർഷവും ഇവിടെ കരാർ ജീവനക്കാരെയും നിയമിക്കുന്നത്. ഈ സംവിധാനത്തെ ആകെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് സ്വകാര്യ ഏജൻസികളുടെ സഹായം മുഖ്യമന്ത്രി തേടുന്നത്.